ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പുക്കാട്ടുപടി റൂട്ടിൽ കുഞ്ചാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ്. കുഞ്ചാട്ടുകര ജംഗ്ഷനോട് വളരെ അടുത്താണ്. വെറും 550 മീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് കുഞ്ചാട്ടുകര ജംഗ്ഷനിലേക്കുള്ള ദൂരം വരുന്നത്. നിങ്ങൾക്കറിയാം, കുഞ്ചാട്ടുകര ജംഗ്ഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാം ഉണ്ട്. ഷോപ്പുകളുണ്ട്, അതുപോലെ തന്നെ സ്കൂളുകളാണെന്നുണ്ടെങ്കിലും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ആരാധനാലയങ്ങളും എല്ലാം വളരെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓണർ സ്വന്തമായിട്ട് താമസിക്കാൻ പണി കഴിപ്പിച്ച ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെടുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡാണ് നിങ്ങളെ കാണുന്നത്. ടാർ റോഡിൽ നിന്ന് നമ്മൾ നേരെ കയറുന്നത് ഇതുപോലെ ഭംഗിയായിട്ട് ടൈല് വിരിച്ച വഴിയാണ്. നല്ല വീതിയുള്ള വഴി തന്നെയാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് മതിലെ ഗേറ്റ് ഒക്കെ കാണാം. വീടിന്റെ എലവേഷൻ നിങ്ങൾ നോക്കിക്കോളൂ, നല്ല ഭംഗിയായിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കുവാണെങ്കിൽ കുഞ്ചാട്ടുകര ജംഗ്ഷനിലേക്ക് 550 മീറ്ററും ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്കാണെങ്കിൽ 11 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ലുലു മാളിന്റെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ 15 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് വെറും 16 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നേരെ വന്ന് നമ്മൾ കയറുന്നത് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. ഇവിടെയാണ് നമുക്ക് ഒന്നാമത്തെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് ഒക്കെയാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഗേറ്റ് നോക്കിയാൽ ഒരു എൽ ഷേപ്പിലാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലേക്കും സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ്. പ്രോപ്പർ ആയിട്ട് നമുക്ക് ഇവിടെ ആ റെയിൻ വാട്ടർ ഒക്കെ പോകാനായിട്ടുള്ള ഡ്രെയിനേജ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാർ ഇവിടെയും രണ്ടാമത്തെ കാർ നിങ്ങൾക്ക് ഓൾറെഡി കാണാം. അവിടെ ഓൾറെഡി പാർക്കിങ്ങിൽ ഒരു കാർ നമ്മൾ ഇട്ടിട്ടുണ്ട്. രണ്ട് കാറുകൾക്ക് നല്ല സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിലുള്ള ഫർണിച്ചേഴ്സ് ഉൾപ്പെടെ എല്ലാം കൂടെയാണ് ഇത് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഒന്നാമത്തെ കാർ പാർക്കിങ്ങിന്റെ ഈ ഒരു സൈഡിലൂടെ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അവിടെ എല്ലാം ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ സെറ്റ് ബാക്കും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ചെന്ന് എൻഡ് ചെയ്യുന്നത് നമ്മളുടെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വീടിനകത്തേക്ക് കയറിയിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു കാർ ഓൾറെഡി പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ സൈഡിലൂടെ വരുമ്പോൾ അവിടെയും ചെടികളാണ്. ആ ഭാഗത്തൂടെ നമുക്ക് നോക്കിയാലും വർക്ക് ഏരിയയുടെ ആ ഒരു സ്പേസിലേക്കൂടെയാണ് ഈ ഒരു വഴി ചെന്ന് എൻഡ് ചെയ്യുന്നത്. നമുക്കിവിടെ ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് നല്ലൊരു കിണറുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് കിണറാണ്. അതുകൂടാതെ KW ആണ് നമുക്ക് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ഭംഗിയായിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഓൾറെഡി ഒരു 4 ചെയറുകൾക്ക് പ്ലേസ് ചെയ്യാനുള്ള അത്ര ഒരു സ്പേസ് ആണ് കിട്ടുന്നത്. ഈ ഭാഗത്ത് നമുക്കൊരു മാർബിൾ പീസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയൊക്കെ നമുക്ക് ആ ഷൂ റാക്ക് ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. മെയിൻ ആയിട്ട് തേക്കിലും ആഞ്ഞിലിയിലും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ മരത്തിന്റെ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോറ് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ ഡോർ തുറന്ന് നേരെ നമ്മൾ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഫ്ലോറിൽ വൈറ്റ് കളറിലുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നേരെ വന്ന് കയറുമ്പോൾ നിങ്ങൾക്ക് വീടിന്റെ റൈറ്റ് സൈഡിലൊക്കെ നോക്കിയാൽ കാണാം, അവിടെയൊക്കെ ഭംഗിയായിട്ട് ഷെൽഫ് ഫെസിലിറ്റികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായൊരു ഹാങ്ങിങ് ലൈറ്റും മുകളിൽ കൊടുത്തിട്ടുണ്ട്. റൂഫ് ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് LED സ്ട്രിപ്പുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നല്ലൊരു വലിയ ലിവിംഗ് സ്പേസ് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. ഓൾറെഡി ഫർണിച്ചേഴ്സ് എല്ലാം ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബാക്കി എത്ര സ്പേസ് ഉണ്ടെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. വെന്റിലേഷൻ ആയിട്ട് പ്രോപ്പർ ആയിട്ട് എല്ലാ ഭാഗങ്ങളിലും തന്നെ വിൻഡോസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം തന്നെ വെനിഷിംഗ് ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിന് ഫാൻ ഫെസിലിറ്റി നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് വീടിനകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ ഭംഗിയായിട്ടുള്ള ഒരു വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്തൂടെയൊക്കെ ഭംഗിയായിട്ട് ലൈറ്റുകളൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ടാണ് വീട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെയുള്ള ആ ഒരു വർക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ TV യൂണിറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. നമ്മൾ നേരെ വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്താണ് ഇവിടുത്തെ TV യൂണിറ്റ് കാണാൻ പറ്റുന്നത്. ഉടനായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ടുള്ള അറേഞ്ച്മെന്റ്സും ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞത് ഗസ്റ്റ് ലിവിംഗ് സ്പേസ് ആണ്. നമ്മൾ ഫാമിലി ലിവിംഗിലേക്ക് പോകുന്ന സമയത്ത് ചെറിയൊരു പാർട്ടീഷൻ വർക്ക് വരുന്നുണ്ട്. ഭംഗിയായിട്ട് CNC കട്ടിംഗ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗസ്റ്റ് ലിവിംഗിന്റെയും ഫാമിലി ലിവിംഗിന്റെയും മിഡിൽ ആയിട്ടാണ് നമുക്ക് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
ഫാമിലി ലിവിംഗ് സ്പേസ് നോക്കിയാലും നല്ല രീതിയിൽ സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ 3 വിൻഡോസ് കാണാം. ഓൾറെഡി ഇവിടെയും നമുക്ക് സെറ്റീസ് എല്ലാം തന്നെ സോഫ സെറ്റീസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഫാമിലി ലിവിംഗിന്റെ ഈ ഒരു വോള് നമുക്ക് നോക്കുവാണെങ്കിൽ ഗ്രീൻ കളറിലുള്ള ഒരു ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നമ്മൾ മിഡിലിൽ കണ്ട വർക്കുകൾ കൂടാതെ സൈഡിലൊക്കെ നിങ്ങൾ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടുള്ള വർക്കുകളാണ്. മുകളിൽ CNC കട്ടിങ് ചെയ്തിട്ട് അതിനിടയിലൊക്കെ ലൈറ്റുകൾ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഗസ്റ്റ് ലിവിംഗും ഫാമിലി ലിവിംഗും കണ്ട് നമുക്കിത് ഡൈനിങ് കാണുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റും ആണ് അവിടെ ഇട്ടിരിക്കുന്നത്. വലിയൊരു സ്പേസ് തന്നെയാണ് നമുക്ക് വാഷ് ഏരിയയ്ക്ക് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ ആയിട്ട് കബോർഡ് ഫെസിലിറ്റികളും കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയയുടെ നേരെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നമുക്ക് ഓൾറെഡി തന്നെ ഒരു ചെയറും അതുപോലെ തന്നെ ടേബിളും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 6 പേർക്കുള്ള ആ ഒരു അക്കോമഡേഷൻ, 6 പേര് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ക്രോക്കറി ഷെൽഫ് ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഗ്ലാസ് ഡോറുകളൊക്കെ കൊടുത്തിട്ടാണ് ക്രോക്കറി ഷെൽഫ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ മുകളിൽ നോക്കിയാലും കാണാം റൂഫിൽ ഭംഗിയുള്ള ഡിസൈനിലാണ് വർക്കുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസ് കയറി നമ്മൾ നേരെ പോകുന്ന ഭാഗത്തുള്ള വോള് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളാണ്. അതുകൂടാതെ നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് ആ ഒരു ഭാഗത്തെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുന്ന സമയത്ത് അവിടെ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്കൈ ആണ് ഇവിടെ നിൽക്കുമ്പോൾ വിസിബിൾ ആയിട്ടുള്ളത്. ഡൈനിങ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഓപ്പൺ കിച്ചണിലേക്കാണ്. ഭംഗിയായിട്ടാണ് കിച്ചണിന്റെ എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസിലുള്ള ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല വർക്കുകളും താഴെയൊക്കെയാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻകേസ് ഇത് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് ക്ലോസ്ഡ് കിച്ചൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ്. 4-5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിട്ടുന്നത്. കിച്ചണിൽ ഇവിടെ ഓൾറെഡി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഫ്രിഡ്ജും വെച്ചിരിക്കുന്നത്. ഫ്രിഡ്ജ് വെച്ചിട്ടും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് കാണാം കിച്ചണിൽ നല്ല സ്പേസ് ആണ് കിട്ടുന്നത്. മൈക്രോവേവ് അവനൊക്കെ വെക്കാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ ആ ഒരു വുഡൻ കളറും ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്ക് സൈഡിലായിട്ട് വിൻഡോസും കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള 4 വിൻഡോസ് വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിട്ടുന്നത്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് ഒക്കെ വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ്. സിങ്കും പൈപ്പ് കണക്ഷനും ആ ഒരു ഭാഗത്തായിട്ടാണ് കിട്ടുന്നത്. കിച്ചണിൽ നിന്ന് നേരെ ഇറങ്ങുമ്പോൾ നമ്മൾ വർക്ക് ഏരിയ സ്പേസ് ആണ് കാണുന്നത്. വർക്ക് ഏരിയയിൽ നമുക്ക് അടുപ്പ് കത്തിക്കാനുള്ള ഒരു ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ആ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ആ ഒരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. നിറയെ ഓപ്പണിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിലും സൈഡിലും എല്ലാം സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സിങ്കും പൈപ്പ് കണക്ഷനും കിട്ടുന്നുണ്ട്. അവിടെ വലിയ കബോർഡുകളാണ് താഴെ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വളരെ വലിയൊരു വർക്ക് ഏരിയ സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നീണ്ടു നിവർന്നിട്ടുള്ള വലിയൊരു ഏരിയ തന്നെയാണ് വർക്ക് ഏരിയക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് കൂടി കിട്ടുന്നുണ്ട്. ഓൾറെഡി ഒരു പൈപ്പ് കണക്ഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് അവിടെ ആയിട്ട് ഒരു കോമൺ ബാത്റൂം കൂടി താഴെ കിട്ടുന്നുണ്ട്. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യാനും നമ്മുടെ സെർവൻസ് ഉണ്ടെങ്കിൽ അവർക്കായിട്ടൊക്കെ ഈ ഒരു ഏരിയ നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത് ഡൈനിങ് സ്പേസിന്റെ ഒരു സൈഡിലൂടെ വാഷ് ഏരിയയുടെ അടുത്തായിട്ടാണ്. താഴെ നമുക്ക് ഇവിടെ 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ഈ കാണുന്ന ഡോറുകളാണ് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ്. നമുക്ക് ഇവിടെ ആദ്യത്തെ ബെഡ്റൂം തന്നെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ബെഡ്റൂമിനകത്തൊക്കെ നമുക്ക് ഓൾറെഡി ഇവിടെ കട്ടിലുകളൊക്കെ തന്നെ ഇട്ടിരിക്കുന്നത് കൊണ്ട് നമുക്കറിയാം ഒരു കട്ടിൽ വലിയൊരു ഡബിൾ കോട്ട് ഇട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് എത്ര വലിയ സ്പേസ് ആണ് ഈ ഒരു റൂമിൽ കിട്ടുന്നത് എന്നുള്ളത്. ഫ്ലോർ ഒക്കെ നോക്കുവാണെങ്കിൽ വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ 3 വിൻഡോസും ഈ ഭാഗത്ത് ബാക്കിയുള്ള 3 വിൻഡോസുമാണ് കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി കോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വലിയ വാർഡ്രോബുകൾ തന്നെയാണ്. മുകളിലും താഴെയൊക്കെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ചില റീഡിംഗ് ടേബിൾ കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് കാണുന്ന ഫർണിച്ചർ ഐറ്റംസ് എല്ലാം ഉൾപ്പെടെയാണ് ഈ വീട് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും അത്യാവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഡിസൈനുകളും ഒക്കെയാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഗ്രേ കളർ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടും കൂടിയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്.
താഴെയുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഒന്നാമത്തെ ബെഡ്റൂമിന്റെ പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. അതിനേക്കാൾ കുറച്ച് വലുപ്പത്തിലാണ് ഈ ഒരു ബെഡ്റൂം എന്ന് നമുക്ക് പറയാം. ഡബിൾ കോട്ട് ആണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പോലും നമുക്ക് ബാക്കി നല്ല സ്പേസ് ആണ് രണ്ട് സൈഡിലും കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. അതിനടുത്തായിട്ട് നമുക്ക് ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള വാർഡ്രോബ്സും വിൻഡോസ് ഒക്കെ വരുന്നത് ഇവിടെ 3 വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്ത് 4 വിൻഡോസും ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് വാർഡ്രോബുകൾക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നിറയെ വാർഡ്രോബുകളാണ് മുകളിലും താഴെയും സൈഡിലും ഒക്കെ ആയിട്ട് കിട്ടുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും ഭംഗിയായിട്ടുള്ള ഡിസൈനുകളൊക്കെയാണ് വരുന്നത്. റൂഫിൽ മാത്രമല്ല, നമ്മുടെ കോട്ട് ഇട്ടിരിക്കുന്നതിന്റെ സൈഡിൽ നോക്കിയാലും ആ ഒരു നമ്മുടെ ഹെഡ് പൊസിഷന്റെ ആ ഒരു ഭാഗത്തൊക്കെ നോക്കിയാലും നിങ്ങൾക്ക് കാണാം അവിടെയും നല്ല രീതിയിലുള്ള ഡിസൈനുകളും വർക്കുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഓൾറെഡി വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടാണ് നമ്മുടെ ആ ഒരു ഡ്രൈ ഏരിയ ഒക്കെ ഇവിടെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. ഈ കണ്ട ഡിസൈനുകളൊക്കെ നമ്മൾ താഴെ നിന്നപ്പോൾ തന്നെ ഓൾറെഡി കണ്ടതാണ്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി അവിടെ നമുക്ക് സ്കൈ ആണ് വിസിബിൾ ആയിട്ടുള്ളത്. അവിടെ കാണുന്ന ഓരോ പോയിന്റിലും നിറയെ ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കർവ് ഷേപ്പിലാണ് നമ്മുടെ ഈ ഒരു ഹാൻഡ് റെയിൽസ് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോർ നോക്കിക്കോളൂ. വലിയൊരു ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. എങ്കിൽ പോലും ആ ഫ്ലോർ ഒക്കെ ഭംഗിയായിട്ട് വുഡൻ ടൈപ്പ് ഡിസൈനിലുള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഹാള് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങോട്ട് വരുവാണ്. ഇപ്പൊ തൽക്കാലം ഇതിന് താമസിക്കുന്ന ഓണർ ഇതിന് ഇവിടെ ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അറേഞ്ച്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ചോയ്സ് അനുസരിച്ചിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം നല്ല ഭംഗിയായിട്ടുള്ള ട്രീ ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ചെറിയൊരു റീഡിംഗ് ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമുക്കൊരു ഷെൽഫ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ആ ഭാഗത്ത് മാത്രമല്ല, നമുക്ക് എന്തുകൊണ്ടും കുട്ടികൾക്ക് റീഡിംഗ് റൂമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഏരിയ തന്നെയാണ്. രണ്ട് ഭാഗത്ത് നമുക്ക് വേറെയും റീഡിംഗ് ടേബിളും ഷെൽഫ് ഫെസിലിറ്റിയും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തെ റൂഫ് നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായ വർക്കുകളാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇപ്പോഴത്തെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് ഡിസൈനുകൾ ഉണ്ടെങ്കിൽ പോലും ഏകദേശം ഈ ചെയ്തിരിക്കുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത് നമ്മൾ അധികം അങ്ങനെ എങ്ങും കണ്ടിട്ടില്ലാത്തൊരു വർക്കാണ്. വളരെ ഭംഗിയായിട്ടാണ് റൂഫിലെ വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. എല്ലായിടത്തും തന്നെ ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിന്നൊരു ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഡോറും വിൻഡോയും കൂടിയാണ്. അത് നേരെ ബാൽക്കണിയിലേക്കാണ് ചെല്ലുന്നത്. ബാൽക്കണി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽ ഇട്ടിട്ട് അതിനകത്തെല്ലാം ടഫിന്റെ ഗ്ലാസ് ഇട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അവിടെ നിന്നും അടുത്ത ഒരു പോർഷനിലേക്ക് നമുക്ക് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഓപ്പൺ ടെറസ് ആയിട്ടാണ് ആ ഒരു വലിയ ഏരിയ കിടക്കുന്നത്. സ്റ്റെപ്പ് കയറി വന്നിട്ടുള്ള ലെഫ്റ്റ് സൈഡ് ആണ് നമ്മൾ കണ്ടത്. നേരെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇതുപോലെ വലിയൊരു ഹാളാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നേരത്തെ കണ്ട അതേ വർക്കുകൾ തന്നെയാണ് ഇവിടെയും കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ഈ ഒരു വീട്ടിൽ നമ്മൾ താഴെ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. മുകളിൽ നമുക്ക് 3 ബെഡ്റൂമുകൾ കാണാനുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും എടുത്തു പറയേണ്ടതാണ്. എല്ലാം വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്കൊരു ഡബിൾ കോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ധാരാളം സ്പേസ് ആണ് ബാലൻസ് ഉണ്ടാവുന്നത്. സ്ട്രേറ്റ് നോക്കുമ്പോൾ 3 വിൻഡോസും ഈ ഭാഗത്താണ് ബാക്കിയുള്ള 3 വിൻഡോസ് വരുന്നത്. റൂഫിലാണെങ്കിലും ഭംഗിയുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. എല്ലാത്തിന്റെയും കൂടെ ആ ഒരു മിറർ ഫെസിലിറ്റി കൂടി അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്. മുകളിലും താഴെയും ഒക്കെ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു ബാത്റൂമിനകത്തും മൂന്നാമത്തെ ബാത്റൂമിനകത്തും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ആവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും ഭംഗിയുള്ള ടൈലുകളാണ് കളർ കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഒരു സ്പേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പാസേജ് പോലെയുണ്ട്. ഇവിടെ നിന്ന് തുറക്കുന്ന ഒരു ഡോർ നിങ്ങൾക്ക് കാണാം. അത് വന്നിട്ട് നേരെ ടെറസിലേക്കുള്ള എൻട്രൻസ് ആണ്. ടെറസ് ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നാലാമത്തെയും അഞ്ചാമത്തെയും ബെഡ്റൂമുകൾ വരുന്നത് അടുത്തടുത്തായിട്ടാണ്. നമുക്കിനി നാലാമത്തെ ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നേരത്തെ കണ്ട 3 ബെഡ്റൂമുകളെ പോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് നാലാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. സ്ട്രേറ്റ് നോക്കുമ്പോൾ അവിടെ 3 വിൻഡോസും ഞങ്ങൾക്ക് ഇതിന്റെ ബാക്ക് സൈഡിൽ ബാക്കിയുള്ള 3 വിൻഡോസുമാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും ഭംഗിയുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗ്സും എല്ലാം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകളെല്ലാം വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. അതേ ഡിസൈനിലും അതേ പാറ്റേണിലും ഒക്കെ തന്നെയാണ് വാർഡ്രോബുകളും അതിന്റെ കൂടെ മിറർ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്.
ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ബാത്റൂമിനകത്തെ ടൈലുകളുടെ കളർ കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രേ കളറാണ്. നാലാമത്തെ ബാത്റൂമിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഇനി ഫൈനലി 5ാമത്തെ ബെഡ്റൂമാണ് കാണാൻ പോകുന്നത്. ഇതുവരെ കണ്ട എല്ലാ ബെഡ്റൂമുകളെ പോലെ തന്നെ 5ാമത്തെ ബെഡ്റൂമും വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഡബിൾ കോട്ട് തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വിൻഡോ ബേ ഫെസിലിറ്റി കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടും വാർഡ്രോബുകൾക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അവിടെയായിട്ട് നമുക്ക് 4 വിൻഡോസ് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് വന്നിട്ട് ഇവിടെയാണ് 4 കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അതുകൂടാതെ കോട്ട് നിങ്ങൾക്ക് കാണാം. കോട്ടിന്റെ 2 സൈഡിലായിട്ട് നമുക്ക് ചെറിയ ഒരു സൈഡ് ടേബിൾ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. റൂഫിലാണെങ്കിലും ഭംഗിയായിട്ടുള്ള ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടുത്തെയും ടൈലുകളുടെ കളർ കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രേ കളറാണ്. നമുക്ക് ഇവിടെയും ഓൾറെഡി ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പുക്കാട്ടുപടി റൂട്ടിലാണ്. കുഞ്ചാട്ടുകര എന്നാണ് സ്ഥലത്തിന്റെ പേര് പറയുന്നത്. കുഞ്ചാട്ടുകര മെയിൻ ജംഗ്ഷനിൽ നിന്ന് വെറും 550 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. 5 വർഷം മുമ്പ് ഓണർ സ്വന്തം താമസത്തിനായിട്ട് പണി കഴിപ്പിച്ച വീടാണ്. അതിന്റെ എല്ലാ ക്വാളിറ്റികളും നിങ്ങൾക്ക് ഈ ഒരു വീട്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ഡിസൈനുകളെല്ലാം അതിലും വളരെ ഭംഗിയായിട്ട് ആ സ്റ്റാർട്ടിംഗ് ഡിസൈനുകളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. 5.5 സെന്റ് ആണ് ലാൻഡ് അളവ് വരുന്നത്. 3500 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 5 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനുള്ളത്. യൂട്ടിലിറ്റി ഏരിയ നിങ്ങൾ കണ്ടു, വളരെ വലിയ യൂട്ടിലിറ്റി ഏരിയ ആണ്. വർക്ക് ഏരിയ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു എന്തിൽ നിന്നും ആ ഒരു എൻഡ് വരെ വളരെ ലെങ്തി ആയിട്ടുള്ള വലിയൊരു വർക്ക് ഏരിയ സ്പേസും ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്, കിണർ വെള്ളമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 5.5 സെന്റ് ലാൻഡിൽ 3500 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 5 ബെഡ്റൂമുകളാണ്. 5 ബാത്റൂമുകളിൽ നിങ്ങൾ കണ്ടു വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട് കൊടുക്കാനിട്ടിരിക്കുന്നത് എല്ലാ ഫർണിച്ചേഴ്സും ഉൾപ്പെടെയാണ്. ഓണർ ഇതെല്ലാം ഉൾപ്പെടെ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1,30,00,000 രൂപയാണ്. 1.30 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതായിരിക്കും. ഈ വീടിന് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.